my YouTube channel. This is Tej Thakur and you're watching Tej Thakur Diaries. അപ്പോൾ ഇത് ഭയങ്കര ഒരു കുഞ്ഞു വ്ളോഗാണ്. സംഭവം എൻ്റെ അമ്മയുടെയും പപ്പയുടെയും 24th വെഡിങ് ആനിവേഴ്സറി ആണ്. നമുക്ക് വലിയ പ്ലാൻസ് ഒന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ. പക്ഷെ കേക്ക് കട്ട് ചെയ്യുന്ന കാര്യം അവർക്കറിയില്ല. പിന്നെ വേറെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഭയങ്കര മഴ പെയ്ത്. അപ്പോൾ കേക്ക് ചേച്ചി പറഞ്ഞു ആരെങ്കിലും വന്ന് കേക്ക് കളക്ട് ചെയ്യണമെന്ന്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇവിടുന്ന് ആർക്കും ഈ സമയത്ത് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഓഫീസിൽ നിന്ന് പപ്പ വരുമ്പോൾ പപ്പേനെ കൊണ്ട് തന്നെയാണ് കേക്ക് വാങ്ങിപ്പിക്കുന്നത്. പക്ഷെ പപ്പക്കും നമുക്കറിയില്ല കേക്ക് കട്ട് ചെയ്യുന്ന കാര്യം. ഞാൻ പറഞ്ഞത് ഡോണറ്റ് ആണ്. പക്ഷെ എനിക്കറിയില്ല ആ കള്ളം അപ്പൊ എത്രത്തോളം വിശ്വസിച്ചിട്ടുണ്ടാവും. സോ താഴെ എനിക്ക് ചേച്ചിയും എൻ്റെ ഒരു ഫ്രണ്ടും അവരുടെ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അമ്മക്കും അറിയില്ല കേക്ക് മുറിക്കുന്ന കാര്യം. അപ്പൊ നമുക്ക് അവർക്ക് സർപ്രൈസ് കൊടുത്തിട്ട് അവരുടെ റിയാക്ഷൻ എന്താ നോക്കാം. കാരണം ഇത്ര നേരിട്ടും നമ്മൾ ആരും അവരെ വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്തിട്ടില്ല. ഇപ്പോൾ സമയം വന്നിട്ട് എനിക്കൊന്ന് ഒരു 8 മണി കഴിഞ്ഞു, ഒരു 8:15 ആയിട്ടുണ്ടാവും. സോ ഇത്ര നേരത്തെ നമ്മളെല്ലാവരും മറന്നു എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. സോ നമുക്ക് അവരുടെ സർപ്രൈസ് ചെയ്യാം. പപ്പ ഇതുവരെ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. കേക്ക് കളക്ട് ചെയ്തു. എന്നിട്ട് ഇന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇതെന്താണ്, നീ ബിരിയാണി ആണാണല്ലോ പറഞ്ഞത്, പക്ഷെ ഇതെന്തോ കേക്കാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ലാതെ ഡോണറ്റ് അതാണ് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ് നീ കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പപ്പ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ പപ്പ എത്തുമ്പോൾ ഞാൻ പപ്പേനെയും അമ്മേനെയും എല്ലാ റിയാക്ഷൻ വെച്ചാൽ എൻ്റെ ഫ്രണ്ടും എല്ലാവരും താഴെയുണ്ട്. അവരൊക്കെ പോയി നോക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് ജസ്ന എൻ്റെ വീട്ടിൽ വെള്ളിന് കറി വന്ന് ഇന്ന് ഉറങ്ങാൻ. ജസ്ന എൻ്റെ അനിയത്തിനെയും കൊണ്ട്. പപ്പ എന്നോട് പറഞ്ഞു വന്നിട്ടുണ്ട്, നീ നിന്റെ സാധനം എടുത്തിട്ട് പോകുന്നു. ഡോണറ്റ് എന്നാ വിചാരിച്ച്, പക്ഷെ ഞാൻ എത്താൻ വൈകിയതുകൊണ്ട് പപ്പ തന്നെ ഇങ്ങോട്ട് എത്തിയതാണ് എനിക്ക് തോന്നുന്നു. നമുക്ക് വേഗം പോയി നോക്കാം. വാ ഗൈസ്, പപ്പ വന്നു. എന്നിട്ട് നമുക്ക് കീ തന്നിട്ട് പോയിട്ട് എടുത്തിട്ട് വാ പറഞ്ഞു. നല്ല മഴയാണ്, എന്നെ കാണുന്ന പോലും ഇല്ല. നമുക്ക് പോവാം. ഇരുട്ട് മൊത്തം. ജസ്നയെ പറഞ്ഞു ജസ്നക്ക് രാത്രി നടക്കാൻ ഇഷ്ടമാണ്. വാ. അവര് കേക്കിന്റെ പെട്ടിയിൽ തന്നെ തന്നിരിക്കുന്നത്. ഗൈസ്, അവര് കേക്കിന്റെ പെട്ടിയിൽ തന്നെ തന്നിരിക്കുന്നത്. അതാ കേക്ക്. ഞാൻ പക്ഷെ ഭയങ്കര വെറൈറ്റി കേക്കാണ് പറഞ്ഞത്. അത് ഇതിനകത്ത് അവർ തികച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാ അതെങ്ങനെ ശരിയാവും? അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കുഞ്ഞിതായിരിക്കും. ഞാനും അതാണ് വിചാരിക്കണം. നോക്കാം. ഗൈസ്, ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞു എൻ്റെ പപ്പ തന്നെയാണ് കേക്ക് വാങ്ങാൻ വരിക. അതുകൊണ്ട് നിങ്ങൾ മൊത്തം മറച്ചിട്ട് വേണം കൊടുക്കാൻ. നോക്കുന്ന കേക്കിൻ്റെ വലിയ ഫോട്ടോ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള കേക്കിൻ്റെ കവറാണ് അവർ തന്നിരിക്കുന്നത്. എടുക്കാം. ഓക്കെ, ഞാൻ കേക്ക് കയ്യിലെടുത്തു. നമുക്ക് അങ്ങോട്ട് പോവാം. അച്ചച്ചൻ ഇവിടെ നിൽക്കുന്നുണ്ട്, നോക്കൂ. അപ്പോൾ നമുക്ക് അച്ഛമ്മനെയും അച്ഛനെയൊക്കെ വിളിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാം. മെയ് 17. അപ്പൊ അച്ഛമ്മനെ കൂട്ടിട്ട് അങ്ങോട്ട് വരുമോ? ഓക്കെ ഗൈസ്, ഈ കേക്ക് ഞാൻ തുറന്നു നോക്കാം. രസമുണ്ട്, ഞാൻ വിചാരിച്ച പോലെ തന്നെ. ഇത് കണ്ടോ ഗൈസ്, എല്ലാം രസമുണ്ട്. ഇത് 2000 അവർ കല്യാണം കഴിച്ചു. ഇതാ ഇവിടെ 2024 വരെ എത്തി. 24 years ആയി. കൊള്ളാം. അയ്യോ, അവിടെ നോക്ക്, ഒന്നുമില്ല. പോയി ഡോണറ്റ് നോക്കട്ടെ. നിങ്ങൾ അപ്പുറത്ത് പോ. അല്ല, അത് ഡോണറ്റ് ആണ്. അവിടെ പോ, നിങ്ങൾ പോ, കളിക്കണ്ട. ഓ, ഇന്നെന്താണോ? ഇന്നെന്താ? മനസ്സിലാണ്. വാ അമ്മ, എന്തായാലും എല്ലാരും അറിയുന്നു. വാ വാ, രണ്ട് കുഴപ്പമില്ല. ഇന്നെന്താ? ഓ, വെഡിങ് ഡേ. എന്തെന്ന് വെഡിങ് ഡേ? ഓർമ്മ ഉണ്ടാ? കേക്കിന്റെ പെട്ടിയിൽ ബിരിയാണി. വിശ്വസിക്കാൻ പറ്റിയ പപ്പ. ഞാൻ പറഞ്ഞത് ബിരിയാണിയാണ് ഡോണറ്റ് ആണെന്നൊക്കെ വിശ്വസിച്ചു. എന്ത് നല്ല കുട്ടി, വെരി ഗുഡ്. സോ ഇതാണ് ഗൈസ് നമ്മുടെ കേക്ക്. എങ്ങനെയുണ്ട്? ചേച്ചിക്ക് സങ്കടം വന്നിരിക്കാനുള്ള എല്ലാ ഫോട്ടോസും ഫോണിൽ നിന്ന് പോയി. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ളവരെ വിളിക്കാം. ഗൈസ്, അങ്ങനെ അമ്മയും പപ്പയും അച്ഛമ്മയാണ് വരുന്നത്. വേറെ ആരും നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനില്ല. കേക്ക് എങ്ങനെയുണ്ട് നോക്ക്. എന്താണ്, എങ്ങനെയുണ്ട് ഇവരുടെ കോൺസെപ്റ്റ്? വെരി ഗുഡ്, നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. നിന്റെ ഐഡിയ ആണെന്ന് എനിക്ക് മനസ്സിലായി, നന്നായിട്ടുണ്ട്. എന്റെ അല്ല, പിൻട്രസ്റ്റിൽ കണ്ടേ കോൺസെപ്റ്റ് മനസ്സിലായി കേക്കിന്റെ. നോക്ക്, റോഡ് 2024 എത്തിയ റോഡ് കണ്ടാ? മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവില്ല, പുതിയ ആൾക്കാർക്ക് മനസ്സിലാവും. അതെ, മനസ്സിലാവും. അച്ഛമ്മ കേക്ക് നോക്ക്, വെറൈറ്റി ആണ് ഇത്തവണ. എന്താ കണ്ട്? പിൻട്രസ്റ്റ് എല്ലാരും കിട്ടും. താങ്ക് യു.
പ്രത്യേകിച്ച് ഒരു സന്തോഷവും വികാരമില്ലാത്ത വെഡിങ് ആനിവേഴ്സറി ആയിരുന്നോ? എനിക്കറിയില്ല. അച്ഛമ്മ ഇരിക്കും. അച്ഛമ്മയാണല്ലോ പിന്നെ കല്യാണം അതാ. സോ നിങ്ങക്ക് എന്താണ് കേക്കിനെ പറ്റിയൊക്കെ പറയാനുള്ളത്? നന്നായിട്ടുണ്ട്. ഗംഭീരമായിട്ട്. നന്ദി. അച്ഛമ്മക്ക് എന്തുണ്ട്? സ്പെഷ്യലായിട്ടുണ്ട്. അല്ലേ റോഡൊക്കെ വന്ന് 2024 വരെ വരുന്ന ചേച്ചി എങ്ങനെയുണ്ട്? എന്താണ് ലോജിക്കൽ കേക്ക്. അതെ. അപ്പൊ ഇന്റെ പിറന്നാൾ ഇന്റെ വെഡിങ് ആനിവേഴ്സറി നിങ്ങളൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്തതുപോലെ എനിക്ക് തരണം. അതാണ് പ്രശ്നം. ഇത് ആകെ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഇവിടെ ഒരാളേ ഉള്ളൂ. ആരാ? നീ തന്നെ. അപ്പൊ ചേച്ചി എടുക്കലില്ലേ? ചേച്ചി നീയും. എങ്ങനെ ജസ്ന കേക്ക്? വെരി ഗുഡ്. ഓ ഞാനും ജസ്ന ചോദിച്ചാൽ കുഞ്ഞിപ്പെട്ടിൽ ഇതൊന്നും ആയിരിക്കില്ല എന്ന്. നല്ല ഭംഗിയുണ്ടല്ലേ കണ്ടപ്പോ? ചേച്ചി ഫോട്ടോസ് പോയ സംഘടന. പക്ഷെ ചേച്ചിന്റെ ഫോട്ടോസ് കിട്ടാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. ഓക്കെ. അപ്പൊ നമുക്കിനി കേക്ക് മുറിക്കാം. നമ്മൾ അമ്മേനെയും പപ്പേനെയും കേക്ക് ഒന്ന് എടുത്ത് മാറ്റി ഗൈസ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു യു. അപ്പോൾ നമുക്ക് കേക്ക് എല്ലാവർക്കും കൂടെ കേൾക്കാം. ഗൈസ് ഇവർ രണ്ടാളെയും പിടിപ്പിച്ച് ജസ്നെ സന്തോഷിക്കുന്നു. ജസ്നെ സിംഗിൾ ആയതുകൊണ്ട് ആരും ഒന്നിച്ചിരിക്കണ്ടാന്ന്. ഗൈസ് അമ്മക്ക് ഈ റോഡ് മുറിക്കണ്ടെന്നുള്ളതുകൊണ്ട് റോഡിന്റെ സൈഡ് മാത്രമേ അമ്മ മുറിച്ച് തിന്നുള്ളൂ. നമുക്ക് ഈ റോഡ് മുറിക്കണ്ടേ? നീ എപ്പോഴാ മുറിക്കുക? കഴിയുമ്പോൾ മുറിക്കാം. എന്ത് കഴിയുമ്പോ? ഈ തിന്നണത് കഴിയുമ്പോഴാ? അപ്പൊ ഗൈസ് ഇത് ഭയങ്കര ഒരു കുട്ടി വ്ളോഗാണ്. ഇപ്പോൾ നമുക്ക് 24 വർഷം ഇരുന്ന ഇവരുടെ അടുത്ത് ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ പുതുതായി കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് എന്തെങ്കിലും ഉപദേശമോ കൊടുക്കാൻ ചോദിക്കുക. അപ്പൊ അപ്പൊക്ക് ഈ 24 വർഷം ജീവിച്ച് എന്താണ് പറയാനുള്ളത്? ഒന്നുമില്ല. വളരെ നല്ല വലിയ ഇങ്ങനെ പിരിയാതെ ജീവിച്ചിരിക്കാൻ എന്തെങ്കിലും ടിപ്സ് പറയൂ. ഒന്നുമില്ല. സഹിക്കുക, പൊറുക്കുക. അങ്ങനെയൊന്നുമല്ല. നമ്മൾ വേറൊരു വ്യക്തിനെയാണല്ലോ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത്. അപ്പൊ രണ്ടാളും രണ്ട് വ്യക്തികളായതുകൊണ്ട് പെർസ്പെക്റ്റീവിന്റെ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ വഴക്കുകൾ ഉണ്ടാവും, ചിലപ്പോൾ തല്ലിപ്പിരിയാൻ ചാൻസ് ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, നയിക്കേണ്ടത്? നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന പോലെ തന്നെ ഒരു പ്രക്രിയയല്ലേ ഇത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ്. അമ്മ പറയും എന്താണ് അമ്മ കൊടുക്കാനുള്ള ടിപ്പ്? ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോവുക. ഇവരൊന്നും ഒരു രസമില്ല. ഏറ്റവും കൂടുതൽ ടിപ്പ് ചോദിക്കാൻ വേണ്ടി നമ്മൾ അച്ഛമ്മയും അച്ഛൻ്റെ അടുത്താണ് പോകേണ്ടത്. അത് നമുക്ക് അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ചോദിക്കാം. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇവരുടെ 24th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തിട്ട് പെട്ടെന്ന് ആരായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.